ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക്, മോളിവുഡ് ഇൻഡസ്ട്രിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ 2-3 days ആയി. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ടോപ്പ് 10 ഫിലിംസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മഞ്ഞുമൽ ബോയ്സ് 235 കോടി പ്ലസ് ആയിട്ട് അപ്പുറം കളിച്ചുകൊണ്ടിരിക്കുന്നു. മൾട്ടിപ്ലസ് പല തിയേറ്ററിലും പല സ്ഥലങ്ങളിലും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെയും പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ GCCയിലൊക്കെ പല ഷോകളും ഉണ്ടെന്ന്. 2012 രണ്ടാം സ്ഥാനത്തേക്ക് പോയി. 175.5 CR ആയിരുന്നു. ആടുജീവിതമാണ് തേർഡിലേക്ക് കയറി വന്നുള്ളത്. 140 കോടി അതും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഹൗസ്ഫുൾ ഷോസ് ആണ്. ഫോർത്ത് പുലിമുരുകൻ സേഫ് ആയിട്ടുണ്ട്. 137.35. അഞ്ചാമത് പ്രേമല് കയറി വന്നു 135 കോടി. ആറാമത് ലൂസിഫർ ആണ് 125.1. ഏഴാമത് ഭീഷ്മപർവമാണ് 87.65. എട്ടാമതൊരു ലാലേട്ടൻ പടം കൂടി കയറി വന്നിട്ടുണ്ട്, നേര് 85.1. ഒമ്പതാമത് RDX ആണ് 84.5. പത്താമത് കണ്ണൂർ സ്ക്വാഡാണ് 82 കോടി. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ടോപ്പ് 10 മൂവീസ്. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട്. യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ പടങ്ങൾ കയറി വരുന്നു. സൂപ്പർ സ്റ്റാറുടെ പടങ്ങളൊക്കെ പിറകോട്ട് പോകുന്നു. സൂപ്പർ സ്റ്റാറുകൾ തിരിച്ചു വരും, അത് സംശയമൊന്നുമില്ല. മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഒക്കെ തിരിച്ചു വരാൻ ആൾക്കാർ തന്നെയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളിന്ന് 2 പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നുള്ളൂ. ഒന്ന്, വർഷങ്ങൾക്ക് ശേഷം 50 കോടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ആവേശം വെറും 5 ദിവസം കൊണ്ട് 50 കോടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടും തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൗസ്ഫുൾ ഷോസ്, മിഡ് നൈറ്റ് ഷോസ് ആഡ് ചെയ്യുന്നു. ഇന്നലെ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 161+ തിയേറ്ററാണ് ആഡ് ചെയ്തിട്ടുള്ളത് പല കൺട്രികളിലായിട്ട്. കേരളത്തിലും പല ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും പല രാജ്യങ്ങളിലായിട്ട് പല ആവേശം ഒന്നും കൂടി ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ മൗത്ത് പബ്ലിസിറ്റി കാര്യങ്ങൾ വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി, ഫീൽ ഗുഡ്, മറ്റേതൊരു ആക്ഷൻ ഇതിൽ വരുന്ന ടോണറിൽ വരുന്ന ഫിലിം ആയതുകൊണ്ട് കുറച്ച് യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് മാറിയ ട്രെൻഡ് ആ രീതിയിൽ പോകുന്നു. എന്തായാലും അതും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല പറഞ്ഞ്, ഒന്നും കൂടി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കളക്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. ആവേശം അതുപോലെ തന്നെ ജയ് ഗണേശൻ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് തിയേറ്ററിൽ ആൾ കയറുന്നുണ്ടെന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ. ആടുജീവിതത്തിന് യാതൊരു തിരക്കുറവില്ല. പ്രേമലും മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴും മൾട്ടിപ്ലക്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി ഗ്രോയിങ് ആണ്. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷത്ത്. അതിനിടയ്ക്കാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ട് ഒരു ട്രോൾ അടിച്ചത്. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഉസ്താദ് ഹോട്ടലിനും തട്ടത്തിമറയത്ത് ഇറക്കിയിട്ടെന്ന് നമ്മൾ ഫസ്റ്റ് അടിച്ചു. അതുപോലെ തന്നെ ആവേശം തൂക്കിയിട്ട് ആവേശത്തിനെ നമ്മൾ അടിച്ചിട്ട് 1ാം സ്ഥാനം നമ്മൾ എത്തുന്നൊരു അത് ആവേശം കൊണ്ട് പറഞ്ഞാണ്, ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്. അപ്പോൾ തന്നെ വിനീത് ശ്രീനിവാസൻ മൈക്ക് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വെച്ചാൽ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ ആണെന്ന് എല്ലാവർക്കും അറിയാം. ആൾ ആ രീതിയിൽ ഡീൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനുശേഷം ജിത്തു മാധവന്റെ ഒരു പത്രസമ്മേളനത്തിൽ കേട്ട്, മീഡിയ എനിക്ക് ഓർമ്മയില്ല, ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെയും കൂടി പറഞ്ഞിരുന്നു, ആവേശം ഹാഫ് ടൈമിന് ശേഷം കുറച്ച് ലാഗ് ഉണ്ടെന്ന്. അപ്പൊ അതിനുശേഷം ലാഗുള്ള പടം ബ്ലോക്ക് ബസ്റ്റർ ആവാൻ പോയി 50 കോടി ഫാസ്റ്റസ്റ്റ് അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു തിരിച്ച് കമന്റ് ഇട്ടിരിക്കുകയാണ്. പക്ഷെ പടം നല്ല എല്ലാ പടങ്ങളും വിജയിക്കട്ടെ എന്നുള്ള രീതിയിൽ ആള് പറയുകയും കൂടി ചെയ്തു. 1ാം സ്ഥാനം 2ാം സ്ഥാനം ഒന്നുമില്ല, എല്ലാ ഫിലിം വിജയിക്കട്ടെ. ഇനി ശ്രീനിവാസൻ വിളിച്ചിരുന്നു, നല്ല പടാന്ന് പറഞ്ഞിരുന്നൊക്കെ. അപ്പൊ ആ ഒരു എന്തിനാണ് തിരിച്ച് പ്രതികരിച്ചിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ തികച്ചും എന്താ പറയാ ആ രീതിയിൽ പറഞ്ഞതാവില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആളൊരു ക്യാരക്ടർ നമുക്ക് അറിയാം, സെൽഫ് ട്രോൾ ഏറ്റുവാങ്ങുന്ന ആളാണ്, അങ്ങോട്ട് ട്രോളുന്ന ആളാണ്. ബേസിൽ ജോസഫ് ആൾ നമ്മളുടെ ഇന്റർവ്യൂ കണ്ടുകഴിഞ്ഞാൽ ചിരിച്ചു മരിക്കും. അപ്പൊ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യാണ്. ഇതുവരെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് ആവേശമാണ് മുൻപന്തിയിൽ പോകുന്നത്. പക്ഷെ ലാസ്റ്റ് 2 daysലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ പുറത്ത് GCC കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വെക്കേഷൻ ഓണാവാണ്, ഇനി ഒന്നുകൂടി ഓണാവാൻ പോവാണ്. തൃശ്ശൂരാണെങ്കിൽ പൂരം കാര്യങ്ങളും കഴിഞ്ഞ് ഒന്നുകൂടി തിരക്ക് കൂടും. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എന്താ പറയുക, ചെറിയ വട കൊടുത്തിട്ട് വലിയ വട വാങ്ങിയെന്ന് പറഞ്ഞ അവസ്ഥയായി. അതിനെതിരെ ധ്യാൻ ശ്രീനിവാസ് പ്രതികരിച്ചിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്തായാലും ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. അവർ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ കുറെ കമന്റ്സുകൾ കണ്ടിട്ട് നമുക്ക് തന്നെ ചിരി വന്നു. അവരുടെ ആ രീതിയിൽ എടുത്ത് വിട്ട് ചിലപ്പോൾ അവർ സെൽഫ് റോൾ ആക്കിയിട്ട് ട്രോളിയിട്ട് പടത്തിന്റെ പ്രൊമോഷൻ ആവും. അതറിയാണ്ട് കുറെ പേര് അതിന്റെ ഇടയിൽ വന്ന് കമന്റ്സ് ഒക്കെ ഇത് ശോക കമന്റ്സ് ആണെന്നറിയും. അപ്പൊ എനിവേ നല്ല പടങ്ങൾ കാണുക, പ്രൊമോട്ട് ചെയ്യുക. ഇനിയും നല്ല ഈ പടങ്ങൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ബോക്സ് ഓഫീസ് ടോപ്പ് 10 പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പടങ്ങളും അടുത്ത ടോപ്പ് 10 കയറാൻ സാധ്യതയുള്ള പടങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. വെറും ഒരാഴ്ചയിലുള്ളതാണ് ഇതൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഫിലിമുകൾ വരട്ടെ, നമ്മുടെ ഇൻഡസ്ട്രി തകർക്കട്ടെ.
ഭ്രാന്താണ്, മോളിവുഡ് ഇൻഡസ്ട്രി ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഈ പടങ്ങൾ വരുന്നു, ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് കുറേ പടങ്ങളുണ്ട്. നല്ല മൂവീസ്, വെയിറ്റ് ചെയ്യുന്ന മൂവീസുകളൊക്കെ ഉണ്ട്. കുറേ നമ്മൾ പുതിയ ആളുകളായിട്ട് വരുന്ന മൂവീസിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അങ്ങനത്തെ മൂവി ഇറക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കട്ട സപ്പോർട്ട് വേണം എല്ലാവരുടെ ഭാഗത്തുനിന്നും. ബൈ.